ജെറുസലേമിലെ 30ാമത്തെ മെത്രാനാണ് വിശുദ്ധ നാർസിസസ്. മെത്രാനായപ്പോൾ ഏകദേശം 80 വയസ്സുണ്ടായിരുന്നു. ബിഷപ്പിനോട് ജനങ്ങൾക്ക് വളരെ മതിപ്പും സ്നേഹവും ഉണ്ടായിരുന്നു. വിശുദ്ധ ജീവിതം നയിച്ച അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതായി കാണുന്നു. ഒരു ഉയർപ്പ് തിരുനാളിന്റെ തലേ ദിവസം ഡീക്കന്മാരുടെ വിളക്കുകളിൽ എണ്ണയുണ്ടായിരുന്നില്ല. ബിഷപ്പ് നാർസിസസ് വിളക്കുകളിൽ വെള്ളം കോരിയൊഴിക്കാൻ ആജ്ഞാപിച്ചു. ചരിത്രകാരനായ യൂസേബിയൂസ് പറയുന്നത് ആ വെള്ളം ഉടനടി എണ്ണയായി മാറിയെന്നാണ്. ഇദ്ദേഹത്തിന്റെ പ്രശസ്തി സർവ്വവ്യാപകമായിരുന്നുവെങ്കിലും കിംവദന്തി പരത്തുന്നവർ എന്തോ ഒരു മഹാകുറ്റം അദ്ദേഹത്തിൽ ആരോപിച്ചു. താൻ പറയുന്നത് സത്യമല്ലെങ്കിൽ അഗ്നിയിൽ ദഹിക്കട്ടെ എന്നൊരാളും കുഷ്ഠം പിടിക്കട്ടെ എന്ന് വേറെ ഒരാളും അന്ധനാകട്ടെ എന്ന് മൂന്നാമതൊരാളും ആണയിട്ട് പറഞ്ഞു. ഒന്നാമൻ തീയിൽ ദഹിക്കുകയും രണ്ടാമൻ കുഷ്ഠരോഗിയാകുകയും മൂന്നാമത്തെയാൾ കുരുടനുമായപ്പോൾ മെത്രാനച്ചന്റെ വിശുദ്ധി നാട്ടുകാർക്ക് ഒന്നുകൂടി ബോധ്യമായി. എങ്കിലും ഏഷ്ണിക്കാരുടെ ആരോപണങ്ങളെ ഭയന്ന് അദ്ദേഹം വേറൊരു മെത്രാനെ നിയമിച്ചിട്ട് ഏകാന്തത്തിൽ ധ്യാനനിരതനായി കഴിഞ്ഞു. 116ാമത്തെ വയസ്സിൽ അദ്ദേഹം നിര്യാതനായി.